പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധവാര ധ്യാനം. വിശുദ്ധവാരത്തിലെ 4-ാം ദിവസമായ വിശുദ്ധ ബുധനാഴ്ച. ഇന്നത്തെ തിരുവചന വായന യൂദാസിൻ്റെ വഞ്ചനയെയും അന്ത്യത്തെയും കുറിച്ചാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷ അധ്യായം 26 വാക്യങ്ങൾ 14 മുതൽ 16 വരെയും 27-ാം അധ്യായം 3 മുതൽ 5 വരെയും വാക്യങ്ങൾ. 12 പേരിൽ ഒരുവനായ യൂദാസ്കറിയോത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്കെന്ത് തരും? അവർ 30 വെള്ളിക്കാശിന് അവനുമായി കരാർ ഉറപ്പിച്ചു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ മനസ്സ് മാറ്റി ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും തിരിച്ചേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തം ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യമാണ്. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ തിരിച്ചുപോയി തൂങ്ങി മരിച്ചു. യൂദാസിൻ്റെ ദാരുണമായ അന്ത്യം ഈ വിശുദ്ധ വാരത്തിൽ വലിയ പ്രാധാന്യം കൊടുത്ത് നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ്. പന്ത്രണ്ട് പേർക്ക് മാത്രം ലഭിച്ച അപ്പസ്തോലിക കൃപാവരം പ്രാപിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു യൂദാസ്കറിയോത്ത. കർത്താവിനോട് കൂടെ ആയിരിക്കുവാനും പിശാചുക്കളെ പുറത്താക്കാനും സുവിശേഷം പ്രഘോഷിക്കാനും വേണ്ടി പ്രത്യേകം വേർതിരിച്ച് മാറ്റപ്പെട്ട ഒരു വ്യക്തി. 3 വർഷക്കാലം യേശുവിനോടൊത്ത് സഹവസിച്ച് ദൈവത്തെ മുഖാമുഖം കണ്ടവനും അവിടുത്തോടൊത്ത് നിരന്തരം ജീവിച്ചിരുന്നവനും. അപ്പസ്തോല സംഘത്തിൻ്റെ ധനകാര്യം ഈശോ ഭരമേൽപ്പിച്ചുകൊണ്ട് അത്രമാത്രം ഈശോ വിശ്വാസം അർപ്പിച്ച വ്യക്തി. അന്ത്യത്താഴത്തിൽ കർത്താവ് ദിവ്യകാരുണ്യം സ്ഥാപിച്ചപ്പോൾ ഈശോയിൽ നിന്ന് ആദ്യം പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവൻ. ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഉന്നത കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ അംഗീകാരവുമെല്ലാം ലഭിച്ചിരുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് യൂദാസ്കറിയോത്ത എത്രയോ ശ്രേഷ്ഠനായിരുന്നു. പിന്നെ എന്തുകൊണ്ട് യൂദാസ് ഇപ്രകാരം അധപ്പതിച്ചു എന്നുള്ള ധ്യാനം നമുക്ക് ഓരോരുത്തർക്കും ഏറെ പ്രയോജനപ്പെടും. യൂദാസിൻ്റെ തകർച്ചയുടെയും പരാജയത്തിൻ്റെയും അടിസ്ഥാന കാരണം ധനമോഹമായിരുന്നു നാം തെറ്റിദ്ധരിച്ചേക്കാം. എന്നാൽ അതല്ലായിരുന്നു
അതൊരു കാരണമായിരുന്നു. പക്ഷേ അടിസ്ഥാന കാരണം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കഫർനാമിലെ സിനഗോഗിൽ വെച്ച് ദിവ്യകാരുണ്യത്തെ പറ്റിയുള്ള ഈശോയുടെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ ഈശോ തന്നെ അത് വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം അധ്യായം 6 64 മുതൽ വാക്യങ്ങൾ. അതിൻ്റെ പശ്ചാത്തലമായിട്ടുള്ളത് 6-ാം അധ്യായം 60-ാം വാക്യമാണ്. ഇത് കേട്ട് അവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ? അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യമായിരുന്നിടത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ? ആത്മാവാണ് ജീവൻ പകരുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഇതിന് ശേഷമാണ് യൂദാസിന്റെ പരാജയത്തിൻ്റെയും തകർച്ചയുടെയും കാരണം ഈശോ സ്പഷ്ടമാക്കുന്നത് 64-ാം വാക്യത്തിൽ. എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്. അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാൻ ഇരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതൽ അവൻ അറിഞ്ഞിരുന്നു. യൂദാസിന്റെ അടിസ്ഥാന പാപം യേശുവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണെന്ന് ഈശോ തന്നെ ഇവിടെ പറയുന്നുണ്ട്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ് എന്ന് ഈശോ കഫർനാമിൽ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ജീവൻ ഉണ്ടാവുകയില്ല എന്ന് ഈശോ ആ പ്രസംഗമധ്യേ പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത് പോയവർ ഈശോ പറഞ്ഞ വാക്കുകളിലും ഈശോയിലും അവിശ്വാസം രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. അവരോടൊപ്പം യൂദാസും ഇറങ്ങിപ്പോയതായി സൂചന ഇല്ലെങ്കിൽ തന്നെയും 64-ാം വാക്യത്തിലെ ഈശോയുടെ പ്രസ്താവനയിൽ ആ അവിശ്വാസികളുടെ കൂട്ടത്തിൽ യൂദാസും ഉണ്ടായിരുന്നു, ആത്മനായെങ്കിലും എന്ന് വ്യക്തമാണ്. ഈശോ സത്യദൈവമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ ഈശോ പറഞ്ഞ വാക്കുകളിലും അവർ വിശ്വസിക്കുമായിരുന്നു. ഞാൻ ജീവന്റെ അപ്പമാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് എന്നൊക്കെ ഈശോ പറഞ്ഞത് അവർ വിശ്വസിക്കാതെ തിരസ്കരിച്ചതിൻ്റെ കാരണം ഈശോയുടെ ദൈവത്വത്തിലുള്ള, ഈശോ ദൈവിക വ്യക്തിയാണെന്നുള്ള വിശ്വാസത്തിൽ അവർക്ക് കുറവുണ്ടായിരുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത്. വിശ്വാസം എന്നത് യേശുക്രിസ്തുവിനുള്ള പൂർണ്ണമായ അടിയറ വെക്കലാണ്. കത്തോലിക്കാ സഭയുടെ മതബോധം ഗ്രന്ഥം 143-ാം ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസം വഴി മനുഷ്യൻ തൻ്റെ ബുദ്ധിയും മനസ്സും ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ മനുഷ്യൻ തൻ്റെ അസ്തിത്വം മുഴുവനും നൽകി പ്രത്യുത്തരം നൽകുന്നു. യൂദാസ് യേശുവിൻ്റെ അപ്പസ്തോല ഗണത്തിൽ പ്രമുഖനായിരുന്നെങ്കിലും യേശുവിനോടൊപ്പമാണ് 3 വർഷക്കാലം ജീവിച്ചതെങ്കിലും യൂദാസ് യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് വന്നിരുന്നില്ല. യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ മറ്റൊരു വാക്കാണ് വിശ്വാസം. കാരണം വിശ്വാസം ബുദ്ധിയും മനസ്സും അസ്തിത്വം മുഴുവനും ദൈവത്തിന് അടിയറ വെക്കലാണ്. അതുതന്നെയാണല്ലോ മാനസാന്തരവും. തന്നിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയലാണ് മാനസാന്തരം. തൻ്റെ ബുദ്ധിയിലും കഴിവിലും മിടുക്കലും ആശ്രയം വയ്ക്കാതെ ദൈവത്തിൽ മാത്രം ശരണം വയ്ക്കുന്നതാണ് മാനസാന്തരം. യൂദാസിൻ്റെ തകർച്ചയുടെ അടിസ്ഥാന കാരണം ഈ പൂർണ്ണമായ മാനസാന്തരം ഇല്ലായിരുന്നു എന്നതാണ്.
ഇതൊരു കാര്യം വ്യക്തമാക്കുന്നത് നമ്മൾ നമ്മുടെ മതാത്മക ജീവിതത്തിൽ ക്രിസ്തുവിനോട് കൂടെ നടക്കുന്നവരാണെന്ന് തോന്നിയാൽ പോലും, സഭാ ശുശ്രൂഷകളിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നവരായാൽ പോലും, മറ്റുള്ളവരുടെ മുമ്പിൽ നാം യഥാർത്ഥ ഭക്തരായി ക്രിസ്തു ശിഷ്യരായി തോന്നിയാലും യുവദാസിനെ പോലെ നമുക്കും അപകടം സംഭവിച്ചേക്കാം. നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സ് പൂർണ്ണമായി തിരിഞ്ഞ് ക്രിസ്തുവിന് നമ്മുടെ ജീവിതം മുഴുവൻ അടിയറവയ്ക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം നിശ്ചയമായും യുവദാസിന് ധനത്തോടുള്ള മോഹമായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ 14-16 വാക്യങ്ങളിൽ യുവദാസിന്റെ തന്നെ വാക്കുകളിൽ ഇത് വളരെ വ്യക്തമാണ്. 12 പേരിൽ ഒരുവനായ യുവദാസ് പ്രധാന പുരോഹിതന്മാർ അടുത്ത് എന്ന് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? അവർ 30 വെള്ളിക്കാശിന് അവനുമായി കരാർ ഉറപ്പിച്ചു. അപ്പോൾ വാസ്തവത്തിൽ ഈശോയ്ക്ക് വേണ്ടി യുവദാസോടെ വില പറയുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. യുവദാസ് ഈശോയെ 30 കാശിന് വിൽക്കുകയുമായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ പിന്നീട് തിമോത്തിയോസ് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ധനമോഹമാണ് എല്ലാ തിന്മയുടെ അടിസ്ഥാന കാരണം. വിശ്വാസത്തിൽ വ്യതിചലിക്കാൻ അത് കാരണമാകുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. യുവദാസിന്റെ തകർച്ചയുടെ മൂന്നാമത്തെ കാരണം യേശു നൽകിയ തിരുത്തലുകളും മുന്നറിയിപ്പുകളും ഗൗരവപൂർവ്വം എടുത്ത് അതനുസരിച്ച് വ്യത്യാസം വരുത്താൻ തയ്യാറായില്ല എന്നുള്ളതാണ്. കഫർനാമിലെ സിനഗോഗിൽ വെച്ച് ഈശോ ദീപികാരന് പ്രസംഗം നടത്തിയതിൻ്റെ അന്ത്യത്തിൽ ഈശോ ഇപ്രകാരം കടുത്ത ഭാഷയിൽ യുവദാസിനെ ശാസിച്ച് തിരുത്താൻ ശ്രമിക്കുന്നതായിട്ട് കാണാം. യോഹന്നാൻ 6:70. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? എന്നാൽ നിങ്ങളിൽ ഒരുവൻ പിശാചാകുന്നു. 71-ാം വാക്യം. അവൻ ഇത് പറഞ്ഞത് ശിമയോൻ സ്കറിയോത്തായുടെ മകനായ യുദാസിനെ കുറിച്ചാണ്. എന്നാൽ 12 പേരിൽ ഒരുവനായി അവനാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്നത്. അന്ത്യത്താഴത്തിൽ വെച്ച് ഒന്നിലേറെ തവണ ഈശോ യുദാസിനെ മുന്നറിയിപ്പ് കൊടുക്കുന്നതായിട്ട് തിരുവചനം രേഖപ്പെടുത്തുന്നുണ്ട്. മത്തായി 26-ാം അധ്യായത്തിൽ പെസഹ ഭക്ഷണ വേളയിൽ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. അപ്പോൾ അവർ പരസ്പരം ചോദിച്ചു, അത് ഞാനാണോ? അവസാനം യൂദാസ് ഈശോയോട് ചോദിക്കുന്നുണ്ട്. അവനെ ഒറ്റിക്കൊടുക്കാനിരുന്ന യൂദാസ് അവരോട് ചോദിച്ചു, ഗുരു, അത് ഞാനല്ലല്ലോ. യേശു മറുപടി പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു എന്നത് സൂചിപ്പിക്കുന്നത് നീ തന്നെയാണ് എന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നതെന്ന് നീ പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. വീണ്ടും ലൂക്കാസ് സുവിശേഷം 22-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ അന്ത്യത്താഴത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണത് പറയുന്നത്. ഈശോ പറയുകയാണ്, എന്നാൽ ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവന്റെ കൈ എന്നോടൊപ്പം മേശമേലുണ്ട്. നിശ്ചയിക്കപ്പെട്ട പോലെ മനുഷ്യപുത്രൻ പോകുന്നു. എന്നാൽ അവനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. ഇത് ഒന്നുകൂടെ സ്പഷ്ടമായി യുദാസ് കേൾക്കെ യേശു അവനെ പിന്തിരിപ്പിക്കാൻ ഉതകുന്ന വാക്കുകൾ അരുളി ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ യോഹന്നാൻ 13:27
ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, അപ്പക്കഷണം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. ഈ ആജ്ഞ പോലും യൂദാസിനെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കാനുള്ള യേശുവിൻ്റെ പരിശ്രമമായിരുന്നു എന്ന് വ്യക്തമാണ്. യൂദാസിൻ്റെ വിനാശത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ആത്മീയ പിതാക്കന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ജ്ഞാനം, അനുതപിക്കാതിരുന്നതാണ് പാപം ചെയ്തതല്ല കൂടുതൽ ഗൗരവമെന്നാണ്. അനുതപിക്കാതിരുന്നതാണ് കൂടുതൽ ഗൗരവം, പാപം ചെയ്തതല്ല. അതായത് എത്ര വലിയ പാപം ചെയ്ത വ്യക്തിക്കും സൗജന്യമായ രക്ഷ സംലഭ്യമാണ്. പാപവും പാപവഴികളും ഉപേക്ഷിക്കാൻ ആത്മാർത്ഥമായുള്ള നിശ്ചയം വേണം എന്നതാണ് സർവപ്രധാനം. കർത്താവിലേക്ക് തിരിയാൻ സ്വതന്ത്രമായ മനസ്സോടെ പരിശ്രമിക്കുകയും വേണം. ഇതിൻ്റെ നല്ല ഉദാഹരണമാണ് ഈശോയെ 3 തവണ പരസ്യമായി തള്ളിപ്പറയുകയും കർത്താവിനെ ഉപേക്ഷിച്ച് പിന്മാറുകയും ചെയ്ത വിശുദ്ധ പത്രോസിൻ്റെ മാതൃക. യൂദാസിനെപ്പോലെ തന്നെയാണ് പത്രോസും കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചത്. പക്ഷെ പത്രോസ് അനുതാപത്തിൻ്റെ മാർഗം സ്വീകരിച്ചപ്പോൾ യൂദാസ് നിരാശയുടെ വഴിയിലേക്ക് തിരിഞ്ഞു. മാനസാന്തരപ്പെടാതിരിക്കുന്നത് എത്രമാത്രം അപകടകരമാണെന്ന് യൂദാസിൻ്റെ വീഴ്ച നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. മാനസാന്തരം നീട്ടിവെക്കുന്നത് നിത്യനാശത്തിൽ വരെ എത്തിക്കാൻ കാരണമാകും. 3 കാര്യങ്ങളാണ് ഇവിടെ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത്. ഏതൊരു പാപത്തിൻ്റെയും തുടക്കത്തിൽ തന്നെ അത് വരാൻ പോകുന്ന വിനാശം തിരിച്ചറിഞ്ഞ് തുടക്കത്തിൽ തന്നെ ഉപേക്ഷിക്കണമെന്നതാണ്. മറ്റൊന്ന്, ചെറിയ പാപമാണെന്ന് കരുതി നാം അവഗണിച്ചാൽ വിചാരിക്കാത്ത സമയത്തും സാഹചര്യങ്ങളിലും വലിയ പാപക്കുഴിയിൽ ചെന്ന് വീഴാൻ ഇടയായേക്കും. യൂദാസിൻ്റെ പരാജയത്തിന് മറ്റൊരു പ്രധാന കാരണം മിശിഹായെ പറ്റിയുള്ള യൂദാസിൻ്റെ പ്രതീക്ഷ തെറ്റായിട്ടുള്ളതായിരുന്നു. റോമൻ ഭരണാധിപത്യത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുന്ന ഒരു വീരയോദ്ധാവായിട്ടാണ് അന്നത്തെ പല യഹൂദന്മാർ ഈശോയെ വീക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെയുള്ളൊരു വീക്ഷണമായിരുന്നു യൂദാസിൻ്റേത്. യൂദാസിൻ്റെ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഈശോ എത്താതിരുന്നത് കൊണ്ടുള്ള അവൻ്റെ നിരാശയും ഈശോയിൽ നിന്ന് അകലുവാൻ കാരണമായി. ദൈവത്തിൽ നാം വിശ്വസിക്കുന്നതിൻ്റെയും ആത്മീയ അനുഷ്ഠാനങ്ങൾ പങ്കെടുക്കുന്നതിൻ്റെയും ലക്ഷ്യം ഭൗതിക ഉയർച്ചയും ഐശ്വര്യവും ഈ ലോക സൗഭാഗ്യങ്ങൾ സ്വന്തമാക്കുന്നതും ലക്ഷ്യമാക്കുകയാണെങ്കിൽ യൂദാസും നമ്മളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. യൂദാസ് മിശിഹായുടെ കൂട്ടത്തിൽ കൂടിയത്, അവൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചതും അവനോടൊപ്പം നടന്നതും അവൻ ഒരു ഭൗമിക രാജാവായി, ഒരു അധികാരിയായി
ഉയർത്തപ്പെടുമ്പോൾ തനിക്കും അവിടെ ഒരു സ്ഥാനം, ഒരു അനുഗ്രഹം, ഒരു ഭാഗ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു യൂദാസിനുണ്ടായിരുന്നത്. ക്രിസ്തുവിനെ നമ്മൾ അനുഗമിക്കുന്നതിൻ്റെയും അവിടുത്തെ ശിഷ്യത്വം സ്വീകരിക്കുന്നതിൻ്റെ ലക്ഷ്യം നമുക്കും വെറും ഭൗതിക ലക്ഷ്യങ്ങളാണെങ്കിൽ നാമും യൂദാസിനെ പോലെ തന്നെ അധപ്പതിച്ച അവസ്ഥയിലാണെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ഭാരതത്തിൻ്റെ ഈ അനുഗ്രഹീത ദിവസമായ ഇന്ന് നമ്മുടെ കർത്താവിനോടുള്ള നമ്മുടെ ബന്ധം എത്രമാത്രം യഥാർത്ഥത്തിലുള്ളതാണെന്ന് പരിശോധിക്കുകയും ശിഷ്യത്വത്തിൽ വന്ന വീഴ്ചകളും കുറവുകളും തിരുത്തി ക്രിസ്തുവിൻ്റെ ഏറ്റവും വിശ്വസ്തയായ അന്ത്യം വരെ നിലനിൽക്കുന്ന ശിഷ്യയാകുവാൻ നമുക്ക് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.